ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കട്ടെ. യാത്രയിലായിരുന്നു. ഒരു ചെറിയ ട്രിപ്പാണ് കേട്ടോ. മൂന്നാർ വട്ടവട. എനിക്ക് വട്ടവട കാണാനാണ് കൂടുതലും ആഗ്രഹത്തോടെ പോയത്. ഇക്കാടെ ഫ്രണ്ടും അവരുടെ ഫാമിലിയും കൂടെ ചേർന്നാണ് പോയത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ദിവസം തന്നെ ഡ്രസ്സ് മാറാൻ വേണ്ടി ഒരു റൂം എടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ചാമ്പ മരമാണ് കാണിച്ചത് കേട്ടോ. ഒത്തിരി തറയിലും വീണും അല്ലാതെയും കിടപ്പുണ്ട്. രാവിലെ കാപ്പി കഴിക്കാൻ ഇറങ്ങി. കാപ്പിയൊക്കെ കഴിച്ചു കേട്ടോ. ആകെപ്പാടെ തളർന്നിരിപ്പാണ് കേട്ടോ. എനിക്ക് കൂടുതലും വഴിയരികിലെ കാഴ്ചകൾ കണ്ടിരിക്കാനാണ് ഇഷ്ടം. ഇപ്പോൾ അവിടെ പണി നടക്കുന്നുണ്ട് കേട്ടോ. അത് പക്ഷേ എന്തുകൊണ്ടും നല്ലതാണ്. നല്ല അപകടം നടക്കുന്ന മേഖലയാണ്. അപ്പോൾ ഇങ്ങനെ കോൺക്രീറ്റ് കൊണ്ട് ഒരു കുഞ്ഞു മതിൽ ചെയ്യുന്നത് ഏറ്റവും നല്ലതാണെന്ന് എനിക്ക് തോന്നി കേട്ടോ. അപ്പോൾ മൂന്നാർ ടൗൺ എത്തിയായിരുന്നു. അവിടെ ഏറ്റവും കൂടുതൽ ആകർഷണം എന്ന് പറയുന്നത് തേയിലത്തോട്ടം തന്നെയാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഈ തേയിലത്തോട്ടങ്ങൾക്ക് ഇടയിൽ നിന്നുകൊണ്ട് ഒരു ഫോട്ടോ എടുക്കുക എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. പക്ഷേ പറ്റിയില്ല. നല്ല രീതിയിൽ വൈകിയായിരുന്നു കേട്ടോ. വൈകിട്ട് ഒരു 7 മണിക്ക് പോകാമെന്ന് വിചാരിച്ചതാണ്. ഇവിടെ നിന്ന് യാത്ര തിരിച്ചപ്പോൾ തന്നെ 9:30 മണിയായി. അതുകൊണ്ട് വിചാരിച്ച സ്ഥലങ്ങളിലൊന്നും ഇറങ്ങാൻ പറ്റിയില്ല. എൻ്റെ ഫോണിൽ ഫുൾ ചാർജാക്കിയാണ് പോയത്. യാത്രകളൊക്കെ ഒപ്പിയെടുക്കാൻ വേണ്ടി കാഴ്ചകളൊക്കെ കേട്ടോ. ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തു. പക്ഷേ ഭയങ്കരമായ കോടയൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ലായിരുന്നു. പിന്നെ നല്ല രാവിലെ എണീക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ കോടയൊക്കെ കാണാമായിരുന്നു കേട്ടോ. ഇപ്പോൾ ഏപ്രിൽ 5-6 പോയവർക്ക് നല്ല രീതിയിൽ കോടയും മഴയും ഉണ്ടായിരുന്നു. മഴയുണ്ടെങ്കിൽ കോടയും വരുമെന്നാണ് എനിക്ക് അവിടെയുള്ള ഒരു അപ്പൂപ്പൻ പറഞ്ഞ് കേട്ടത് കേട്ടോ. അങ്ങനെ എനിക്കിത് ഇതുപോലെ ഈ തേയിലത്തോട്ടങ്ങളും അവിടെ നിൽക്കുന്ന പൂക്കളൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ഇതാണ് ഏറ്റവും മനോഹരമായ കാഴ്ച. കണ്ടില്ലേ? ഇതാണ് ജക്രാന്ത പ്ലാന്റ്സ് കേട്ടോ, ഫ്ലവർ. അതിൻ്റെ മരമാണ്. ഇതിൻ്റെ പൂക്കൾ ഏകദേശം കഴിയാറായി. ഇതിനേക്കാളും നല്ല രീതിയിൽ പൂക്കൾ പിടിച്ച് നിൽക്കും. എന്തായാലും ഇത്രയെങ്കിലും കാണാൻ പറ്റിയത് തന്നെ വലിയ സന്തോഷം. അപ്പോൾ നല്ല തിരക്കായിരുന്നു കേട്ടോ. ഞാൻ പെസഹാവേഴം ആണ് ഇവിടുന്ന് ഇറങ്ങിയത് കേട്ടോ. പെസഹാവേഴം, ദുഃഖവെള്ളി, അതുപോലെ തന്നെ ശനിയാഴ്ച, പിന്നെ ഈസ്റ്റർ ആയപ്പോഴേക്കും തിരിച്ചെത്തി. അപ്പോൾ നല്ല തിരക്ക് കുറവായിരിക്കും എന്ന് വിചാരിച്ചത്. പക്ഷേ അവിടെ നിർത്തിയാണ് പോയത്. അത്രയ്ക്ക് തിരക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ബസ്സിലിരിക്കുന്നത് കൊണ്ടാണ് എനിക്ക് ഇത്രയും നല്ല രീതിയിൽ ടൂറിസ്റ്റ് ബസ്സാണ് കേട്ടോ. അപ്പോൾ അതിൽ ഇരിക്കുന്നതുകൊണ്ടാണ് എനിക്ക് ഇത്രയും ഉയരത്തിലുള്ള കാഴ്ചകൾ കാണാൻ പറ്റിയത്. പിന്നെ കണ്ടില്ലേ, വിഷു വന്നതിൻ്റെ മുന്നറിയിപ്പായിട്ട് നമ്മുടെ കണിക്കൊന്നകളൊക്കെ ഒത്തിരി കാട്ടിൽ വളർന്ന് നിൽപ്പുണ്ട് കേട്ടോ. ചന്ദനക്കാട്ടിലും അല്ലാതെയൊക്കെ ഒത്തിരി കണിക്കൊന്നകളുണ്ട് കേട്ടോ. എനിക്കത് വലിയ സന്തോഷമുള്ളൊരു കാഴ്ച. കണ്ണിന് ഇതൊക്കെയാണല്ലോ ഏറ്റവും നല്ല ഒരു സന്തോഷം നൽകുന്ന കാഴ്ചകൾ. പിന്നെ ഇത് കാന്തല്ലൂർ പോയെത്തിയതാണ് കേട്ടോ. മിക്കവാറുള്ള ക്ലിപ്പുകളൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. പിന്നീടായപ്പോഴേക്കും ഞാൻ ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങളൊക്കെ വീഡിയോ എടുത്തതുകൊണ്ട് ആവശ്യമുള്ള സമയത്ത് മെമ്മറി ഫുള്ളായിപ്പോയി. അങ്ങനെ ആർക്കെങ്കിലും വരാറുണ്ടോ? അപ്പോൾ ഇത് അവിടെ നല്ല പൂക്കളാണ് കേട്ടോ. പിന്നെ ഫ്രൂട്ട്സിൻ്റെ സമയമായി വരുന്നതേ ഉള്ളൂ. ഇപ്പോൾ അവിടുത്തെ സീസണായിട്ടുള്ളത് ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് ബ്ലാക്ക്ബെറി ആയിരുന്നു കേട്ടോ. ബ്ലാക്ക്ബെറി, അതുപോലെ ഓറഞ്ചൊക്കെ കുറച്ചൊക്കെ ഉള്ളൂ. എന്നാൽ അതൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ബ്ലാക്ക്ബെറി നേരെ കണ്ടത് തന്നെ. ഇത് മാതള നാരങ്ങയാണ് കേട്ടോ. മാതളമൊക്കെ ഇവിടെ പൂക്കളൊക്കെ ഇട്ട് തുടങ്ങിയതേ ഉള്ളൂ. പിന്നെ അവിടെ ചെറിയൊരു തണുപ്പും ഒരു ചെറിയ കോടയുണ്ടായിരുന്നു. കണ്ടില്ലേ? ഇതാണ് ഏറ്റവും വലിയ, എനിക്ക് പൂക്കളൊക്കെ കാണാനാണ് കൂടുതലും താല്പര്യം കേട്ടോ. അതിനെ തൊട്ടൊന്നും പിച്ചെടുക്കില്ല. പക്ഷേ ഞാൻ ഊട്ടിപ്പൂവ് എടുക്കുന്നതിൻ്റെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അത് എവിടെയെങ്കിലും ഒരു യാത്ര പോകുമ്പോൾ അവിടുത്തെ ഓർമ്മയ്ക്കായിട്ട് ഞാൻ ഒന്നിൽ ഉരുളൻ കല്ലോ അല്ലെങ്കിൽ പൂവോ കൊണ്ടുവന്ന് ഡ്രൈ ചെയ്ത് ബുക്കിനകത്ത് വെച്ച് അത് ഉണക്കി സൂക്ഷിച്ച് ഒരു ചെറിയ നോട്ട് എഴുതി അങ്ങ് വയ്ക്കും കേട്ടോ. അപ്പോൾ അത് നമുക്ക് എപ്പോഴെന്നാലും എടുത്തു വെച്ച് നോക്കുമ്പോൾ ഒരു സന്തോഷമുള്ള കാര്യമാണല്ലോ. അതിന് വേണ്ടി മാത്രം ഞാൻ ഇതുപോലെ എടുത്തുകൊണ്ട് വരാറുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. അത് എപ്പോഴായാലും ഞാനൊരു ചെറിയൊരു ഷോർട്സ് വീഡിയോ ആയിട്ടെങ്കിലും ഇടാം കേട്ടോ. പിന്നെ ഇതാണ് സബർജല്ലി കേട്ടോ. സബർജല്ലി ഉണ്ട്. ദേ നിൽക്കുന്നതാണ് ബ്ലാക്ക്ബെറി.
അതിൽ നല്ല രീതിയിൽ ഫ്രൂട്ട്സൊക്കെ വന്ന് നിൽപ്പുണ്ട് കേട്ടോ. കാന്തല്ലൂരിൽ ഇപ്പോൾ സീസണായിട്ടുള്ളത് ബ്ലാക്ക് ബെറിയാണ് കേട്ടോ. അവിടെ നിന്ന് ഒരു 1/4 കിലോ ഞാൻ വാങ്ങി. ഇതുവരെയ്ക്കും കഴിച്ചിട്ടില്ല ബ്ലാക്ക് ബെറി എങ്ങനെ ഇരിക്കുമെന്ന്. അതുകൊണ്ടൊരു 1/4 കിലോ വാങ്ങി 150 രൂപയാണ് കേട്ടോ. അങ്ങനെ അവിടുത്തെ ഏറ്റവും ആകർഷണീയമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഫ്ലവേഴ്സാണ് കേട്ടോ. കാരണം ഇത് ഒരു ഭംഗി കൂടുതലും സബർജല്ലി, ഓറഞ്ച്, അതുപോലെ മാതളം അങ്ങനെയൊക്കെയുള്ള ചെടികൾക്കിടയിൽ ഇതുപോലെ ഡാലിയയും ജമന്തിയും റോസൊക്കെ നിൽക്കുന്നത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. പക്ഷേ അതിലെപ്പോഴും പൂക്കളുണ്ടാവും, നല്ല ഭംഗിയാണ്. നമ്മളിങ്ങനെ വളം കൊടുത്ത് വളർത്തിയിരുന്നാൽ ഇതുപോലെ വരില്ല കേട്ടോ. തറയിൽ അങ്ങനെ വളരുന്നുണ്ട്, നല്ല സൂപ്പറായിട്ട് കേട്ടോ. ഇതൊക്കെ നമ്മുടെ കൂടെ വന്ന ആൾക്കാരാണ്. അപ്പോൾ കൂടുതലും എനിക്ക് ഈ പിങ്ക് കളറിലെ ഈ റോസാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അവിടെ കൂടെ നടക്കാനും നല്ല ഒരു ചെറിയ തണുപ്പും ഉണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ പ്രധാനപ്പെട്ട ആകർഷണീയമായ ഒന്നാണ് ഈ വെളുത്തുള്ളി കേട്ടോ. അപ്പോൾ നമ്മൾ അന്ന് കൊടൈക്കനാൽ പോയപ്പോഴും വാങ്ങിയില്ലായിരുന്നു കേട്ടോ. പ്രാവശ്യം എന്തായാലും വാങ്ങണമെന്ന് വിചാരിച്ചു. പക്ഷേ വലിയ അല്ലിയാണ്, അതാണ് ഏറ്റവും എളുപ്പം. 150 രൂപയാണ്. അപ്പോൾ ചിലരൊക്കെ ചോദിച്ചു എന്തിനാണത് വാങ്ങുന്നതെന്ന്. ഇരിക്കട്ടെ, നമ്മൾ ഇതുപോലെയൊക്കെ പോകുമ്പോൾ ഇങ്ങനെയൊക്കെ വാങ്ങുന്നത് നല്ലൊരു സന്തോഷം. അപ്പോൾ ആ വെളുത്തുള്ളിയുടെ തോല് വെച്ച് ഞാനൊരു ഫ്ലവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതും ഒരു ഓർമ്മയായിട്ട് ഞാൻ വെച്ചിരിക്കുന്നതാണ്. അതിൻ്റെ വീഡിയോയും ഞാൻ താമസിക്കാതെ ഒരു ഷോർട്സായിട്ട് ഇടാം കേട്ടോ. അപ്പോൾ അവിടെ നിന്നിട്ട് ഇത് സൂം ചെയ്ത് നോക്കുന്ന കേട്ടോ. ഈ സ്ഥലം നമ്മൾ മുനിയറയുള്ള ഒരു ഏരിയയാണ് കേട്ടോ. ഇത് ആനകളൊക്കെ ഇറങ്ങുന്ന ഒരു പാറയാണ് എന്നും പറഞ്ഞിട്ട് സ്ഥലം അത്ര ക്ലിയറായിട്ട് എനിക്ക് ഓർമ്മ വരുന്നില്ല കേട്ടോ. ഇപ്പോൾ ഒരുപാട് മുനിയറയിലുണ്ട്. പിന്നെ കാട്ടിൻ്റെ ഉള്ളിലോട്ട് പോയാലും കാണാൻ പറ്റും. പക്ഷേ നമ്മൾ പോയ സമയം വന്ന് 4:30 മണിയായതുകൊണ്ട് പിന്നെ മഴയ്ക്കും ചെറുതായിട്ട് ചാറ്റുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് അവിടെ പോയില്ല. ഇതുപോലെ പാറയൊക്കെ നോക്കി വന്നു. അവിടെ നിന്ന് സൂം ചെയ്തപ്പം കണ്ടതാണ് കേട്ടോ ഒരു പള്ളി. അത് ഞാനിങ്ങനെ നോക്കിയതാണ് എത്രമാത്രം പറ്റുന്നുണ്ടെന്ന്. നമ്മുടെ ഫോണിൽ ഇതൊക്കെ പറ്റുള്ളൂ. അപ്പോൾ ഇതൊക്കെ ഒരു ഓർമ്മയായിട്ടിരിക്കട്ടെ എന്നാണ് ഞാൻ വീഡിയോ ഇട്ടത്. വേണോ വേണ്ടേ, ഇതാണോ ഇടണ്ടേ എന്നുള്ള ഒരു കൺഫ്യൂഷനായിരുന്നു കേട്ടോ. കണ്ടോ, വൈകിട്ടായപ്പോഴേക്കും കോട ഇറങ്ങാൻ തുടങ്ങി. നമ്മളങ്ങനെ കുറേ സമയം അവിടെ ചുറ്റി നടന്നു കേട്ടോ. ചെറിയൊരു തെക്കത് പോലെ ഒന്നും, പിന്നെ ഒരു കുരിശും കാണാറുണ്ട്. അങ്ങ് ദൂരെ ഒരു പള്ളി. എല്ലാം കൊണ്ടും നല്ലൊരു കാഴ്ചയാണ്. ഒത്തിരി മലനിരകൾ ഇവിടെ നിന്ന് നോക്കിയാൽ കാണാം കേട്ടോ. പക്ഷെ നല്ല ഫോണൊക്കെ ഉള്ളവർക്കാണെങ്കിൽ നല്ല രീതിയിൽ ക്യാപ്ചർ ചെയ്യാം. നമ്മളെ പോലെയുള്ളവരെ ഫോണൊക്കെ വെച്ചെടുത്താൽ ഇതുപോലെയൊക്കെ കിട്ടുള്ളൂ കേട്ടോ. പക്ഷേ പ്രകൃതിയെ ആസ്വദിക്കുന്നവർക്ക് ഇതൊക്കെ അടിപൊളി ഒരു അനുഭവമാണ് കേട്ടോ. എനിക്കിതാണ് ഇഷ്ടം. ഈ അമ്യൂസ്മെൻറ്റ് പാർക്കിലൊന്നും പോകുന്നതോ അതിൽ കയറുന്നതോ അതിനെ ഞാൻ അത്ര പ്രോത്സാഹിപ്പിക്കുന്നുമില്ല, എനിക്ക് അത്ര ഇഷ്ടവുമില്ല. അപ്പോൾ ഇതിന് 2ാം ഭാഗം വീഡിയോ ഞാൻ വൈകാതെ ഇടാം. അപ്പോൾ എല്ലാ കൂട്ടുകാരും റെയിൻബോ പ്ലാന്റ് എന്ന ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ, താങ്ക് യു.